ഗൾഫിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു പ്രവാസി കേരള നഗരം വരാൻ പോകുന്നു. 1000 കോടി ഡോളറാണ് ഇതിനു വേണ്ടിയുള്ള നിക്ഷേപമായി ആഗ്രഹിക്കുന്നതെന്ന് ഇതുമായി ബന്ധപ്പെട്ട് വ്യവസായ മന്ത്രി പി രാജീവ് UAE സന്ദർശിക്കവേ വ്യക്തമാക്കിയിരിക്കുകയാണ്. കണ്ണൂരിലായിരിക്കും നിർദ്ദിഷ്ട നഗരം സ്ഥാപിതമാവുക. UAE ദിർഹത്തിന് 23 രൂപ 60 പൈസ എന്ന രൂപത്തിലാണ് ഇന്ന് 14-ാം തീയതി വൈകുന്നേരവും റേറ്റ് കാണിക്കുന്നത്. പ്രവാസികൾക്ക് കാശയക്കാൻ നല്ല കാലം തുടരുക തന്നെയാണ്. ഷാർജയിലെ വീട്ടുവാടക സമ്പ്രദായം വരുന്ന 2 വർഷങ്ങളെങ്കിലും കൂടുക തന്നെയാവും എന്നാണ് മാർക്കറ്റ് റിസർച്ച് കമ്പനികൾ പറയുന്നത്. നമ്മൾ കരുതിയിരുന്നത് ഈ വർഷം അവസാനം തന്നെ ദുബായിലും ഷാർജയിലുമൊക്കെ കൂടുതൽ ഫ്ലാറ്റുകൾ, അപ്പാർട്ട്മെൻറ്റുകളൊക്കെ വരുന്ന സാഹചര്യത്തിൽ വാടക കുറയുമെന്നാണ്. പക്ഷേ അങ്ങനെ ആകണമെന്നില്ല എന്ന് കണക്കുകൂട്ടി നീങ്ങണം എന്നാണ് ഇപ്പോൾ പറയുന്നത്. UAE പ്രവാസികളിൽ നിന്ന് നിക്ഷേപ തട്ടിപ്പ് നടത്തി മുങ്ങിയ ഹീര ഗ്രൂപ്പിൻ്റെ ഉടമ നൗഹറ ഷേഖ് എന്ന വനിതയുടെ ഹൈദരാബാദിലെ 2 വലിയ അപ്പാർട്ട്മെൻറ്റുകൾ ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം 23-ാം തീയതി ലേലത്തിൽ വിൽക്കുകയാണ്. 190 കോടി രൂപയാണ് ഇവർ പ്രവാസികളിൽ നിന്ന് സമാഹരിച്ചതെന്ന് പറയപ്പെടുന്നു. ഇവരുടെ UAE തന്നെ ഷാർജയിലും അജ്മാനിലും ഉമ്മൽക്കുവയിലും ദുബായിലുമൊക്കെയുള്ള ഫ്ലാറ്റുകളും മറ്റ് സ്ഥാപനങ്ങളും വെയർഹൗസുകളുമൊക്കെ അടഞ്ഞു തന്നെ കിടക്കുകയാണ്. നാളെ UAE പരക്കെ ചെറിയ തോതിലെങ്കിലും മഴ ലഭിക്കുമെന്നാണ് NCM പറയുന്നത്. തണുപ്പ് കുറയുക തന്നെ ചെയ്യുമെന്നും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. മംഗലാപുരത്തെ ഒരു ആശുപത്രിയിൽ നിന്ന് കൂത്തുപറമ്പ് സ്വദേശിയായ പവിത്രൻ ശ്വാസകോശ രോഗത്തെ തുടർന്ന് മരിച്ചു എന്ന് കരുതി ആംബുലൻസിൽ സ്വദേശമായ കണ്ണൂരിലേക്ക് കൊണ്ടുവന്ന് മോർച്ചറിയിൽ സൂക്ഷിക്കാൻ വേണ്ടി AKJ ആശുപത്രിയിൽ ആ ബോഡി എന്ന രൂപത്തിൽ പുറത്തിറക്കുമ്പോൾ കൈ ചലിക്കുന്നതായി ഉദ്യോഗസ്ഥർക്ക് തോന്നുകയും പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റിക്കാർ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി ആ ശരീരത്തെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏതായാലും കണ്ണ് തുറക്കുകയും ആളുകളെ തിരിച്ചറിയുകയും ചെയ്തിരിക്കുന്നു. കൂത്തുപറമ്പ് സ്വദേശി പവിത്രൻ എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. പവിത്രൻ മരണമടഞ്ഞു എന്ന രൂപത്തിൽ ഇന്ന് പത്രങ്ങളിലൊക്കെ കണ്ണൂരിൽ വാർത്തയും വന്നതാണ്. ഏതായാലും പവിത്രന് ഒരു 2ാം ജന്മം സാധ്യമായിരിക്കുന്നു എന്ന രൂപത്തിലാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 6:45 ശബരിമല സന്നിധാനത്ത് അയ്യപ്പന് തിരുവാഭരണം ചാർത്തി ദീപാരാധന കഴിഞ്ഞതോടെ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞു. 2 ലക്ഷത്തോളം ആളുകൾ മകരവിളക്ക് കാണാനായി ഉണ്ടായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അത് കഴിഞ്ഞ് മലയിറക്കം സജീവമായി. ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ച ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ വിസമ്മതിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. കാലാവധി കഴിഞ്ഞ റിമാൻഡ് തടവുകാർ ജയിലിൽ തന്നെ തുടരേണ്ടുന്ന സാഹചര്യത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടും ആ തടവുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുമാണ് ബോബി ചെമ്മണ്ണൂർ ജയിലിൽ തുടരാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും ജാമ്യ വ്യവസ്ഥ പാലിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുകയാണ്. ഇസ്രയേലും ഹമാസും ദീർഘനാളത്തെ സംഭാഷണത്തിന് ശേഷം ഏകദേശം സമാധാനത്തിൻ്റെ വക്കിൽ എത്തി നിൽക്കുന്നതായി ഖത്തറിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഖത്തറിൻ്റെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. Night updates supported by Tasi Gold and Diamonds, Akbar Travels, Partha Signature Abu Shagara Sharjah, Cuties International, Time Express Cargo, Marmam Diary, TMG Global Business Setup, 123 Cargo, Prime Medical Center, Autocart Used Cars, Ayush Care, Lucky Center, Kalyan Jewelers, Lulu, Gold Star Rent-A-Car, Ayurmana Ayurveda and Panchakarma Center, Hashim Hypermarket,